നിങ്ങൾ നോക്കൂ, ഈ സംഭവത്തിന് തുടക്കം എവിടെയാണ്? അപ്പോൾ ഇന്നത്തെ ഒരു പത്രത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കും. യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം. ആണോ? ഒരല്പമെങ്കിലും സത്യസന്ധത കാണിക്കട്ടെ നിങ്ങൾ വാർത്ത എഴുതുമ്പോൾ. ഇതാണോ സംഘർഷങ്ങളുടെ തുടക്കം? ആ സംഘർഷങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് കാണാത്തവരാണോ നിങ്ങൾ? കണ്ടില്ലേ? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. എവിടെ നിന്നാണ് ആ സംഘർഷം തുടങ്ങിയത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ 6-ാം തീയതി ഇവിടെ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പേക്കൂത്ത് അക്രമം നിങ്ങൾ കാണാത്തതാണോ? ആ അക്രമത്തിൽ കാണുന്ന പ്രതിയല്ലേ ഈ സനീഷ് എന്ന് പറയുന്ന ആള്? ആരൊക്കെ അക്രമത്തിലുള്ള? അതിലുള്ള ചിത്രം കാണിച്ചു. അതിലുള്ള ചിത്രം ഇത് നിങ്ങൾ നോക്കൂ. അത് ഇതാണോ സമരം? ഇങ്ങനെയാണോ സമരം? അപ്പൊ അവിടെ വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് തകർക്കുന്ന ആരാ? നിങ്ങൾ നോക്കൂ. ഈ സനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തളിപ്പറമ്പ് നിയോജക മണ്ഡല സെക്രട്ടറിയാണ്. പിന്നെയുള്ളതാരാ? ഇപ്പം നിതിൻ നടുവനാട് പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഇയാൾ. ഹർഷൻ മുണ്ടേരി KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. മഹിത മോഹൻ, ഒരു പെൺകുട്ടി കൂടി അതിൻ്റെ കൂടെയുണ്ട്, തകർക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഇങ്ങനെ അതുൽ MC KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അർജുൻ കോറോം KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. സുധീഷ് വെള്ളച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഞാനിത് പറയുന്നത് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഒരു മാർച്ചെല്ലാം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? മാർച്ചിന്റെ ഭാഗമായി അണിചേർന്നിട്ടുള്ള ഏതെങ്കിലും അണികളായിട്ടുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു എന്ന് വരും. അങ്ങനെ അവിവേകം കാണിക്കുമ്പോൾ ആ അവിവേകം തടയേണ്ട ചുമതല ആർക്കാം? നേതൃത്വത്തിനല്ലേ. ഇത് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ബോർഡ് വിളിക്കുന്നത്. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? പ്രകോപനം ഉണ്ടാക്കുന്ന ആരാ? അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് തീരുമാനിച്ച് പ്രകോപനം ഉണ്ടാക്കുക. അവിടെയല്ലേ തുടക്കം? അവിടുന്നല്ലേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതി താമസിക്കുന്ന സ്ഥലത്തല്ലേ ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? പ്രകോപനം തുടങ്ങിയ എവിടെയാ? നിങ്ങൾ നോക്കൂ. ഇതേ പത്രം അന്നത്തെ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് വായിക്കണം. സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് CPM. സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് CPM. എങ്ങനെയുണ്ട്? തകർത്തെന്ന് CPM. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്കപ്പോൾ തകർത്തെന്ന് CPM ആണ്. എന്നാ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് CPM പ്രവർത്തകർ. ഈ സംഭവം CPM പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ? നിങ്ങൾ ആരെയും കണ്ടോ തകർക്കുന്നത്? പക്ഷെ തകർത്ത് CPM പ്രവർത്തകർ. എന്നാൽ നാട്ടിൽ മുഴുവൻ വീഡിയോ കൃത്യമായിട്ട് കാണാം. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, KSUവിന്റെ നേതാക്കന്മാർ ബോർഡ്, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് തകർക്കുന്നത് മുഴുവനാക്കും കാണാം. പക്ഷെ കൊടുക്കുന്ന വാർത്ത എന്താ? തകർത്തെന്ന് CPM. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കുപ്പിയെടുത്ത് എറിയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ്, ഗുണ്ടാസംഘമാണ് എന്ന് കണ്ടവരല്ലേ നിങ്ങൾ? തുടങ്ങിയത് അവിടെ നിന്നല്ലേ? എന്തെയാ സംഘർഷം മാത്രമായി പോകുന്നേ? അപ്പൊ പ്രശ്നം ഏകപക്ഷീയമായി സംഘർഷമുണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും KSUവും
മൂത്ത കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി നടത്തുമ്പോൾ അതിനരുനിന്ന് സംഘർഷത്തിന് വെള്ളപൂശുന്ന, സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായം നൽകുന്ന പണിയാണ് ചില മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതും തിരുത്തണം. നിങ്ങളതിനെ സഹായിക്കുക ചെയ്യുന്നത്.